ഓം നമോ ഭഗവതേ വാസുദേവായ. നാളെ കമല ഏകാദശിയാണ്, അതായത് പത്മിനി ഏകാദശി. ഏതൊരു വ്രതമാണോ ആത്മീയ ഉന്നതിക്കൊപ്പം സർവ്വദാരിദ്ര്യ ദുഃഖങ്ങളെയും അകറ്റി സമ്പൽ സമൃദ്ധിയും ഭൗതികവുമായ പുരോഗതിയും പ്രദാനം ചെയ്യുന്നത്, ഏതൊരു വ്രതാനുഷ്ഠാനമാണോ യശസ്സും പുത്ര സൗഭാഗ്യവും തരുന്നത്, ആ വ്രതം കമല ഏകാദശി എന്ന് അറിയപ്പെടുന്നു. പുരുഷോത്തമ ഏകാദശി എന്നും അറിയപ്പെടുന്നു. വ്രതങ്ങളിൽ ശ്രേഷ്ഠം ഏകാദശി തന്നെയാണ്. ഒരു മാസത്തിൽ കറുത്ത വാവ് കഴിഞ്ഞുവരുന്ന ഏകാദശി വെളുത്ത പക്ഷവും വെളുത്ത വാവും കഴിഞ്ഞുവരുന്ന ഏകാദശി കറുത്ത പക്ഷവുമാണ്. ഓരോ പക്ഷത്തിലും ഓരോ ഏകാദശി വീതം. ഒരു വർഷത്തിൽ 24 ഏകാദശികളുണ്ട്. അധിക മാസത്തിൽ വരുന്ന ഏകാദശി കൂടി കണക്കിലെടുത്താൽ 26 ഏകാദശികളായി വരും. ഇങ്ങനെ അധിക മാസത്തിൽ വന്നു ചേരുന്ന ഏകാദശിയാണ് കമല ഏകാദശി അല്ലെങ്കിൽ പത്മിനി ഏകാദശി. കമല ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സന്താന സൗഭാഗ്യങ്ങളും യശസ്സും വൈകുണ്ഠപ്രാപ്തിയും ലഭിക്കുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. നിത്യജീവിതത്തിലെ ദുഃഖസാഗരത്തിൽ നിന്നും കരകയറുവാൻ ഏകാദശി നോറ്റ് ഉപവസിച്ച് സാക്ഷാൽ വൈകുണ്ഠനാഥനെ ശരണം പ്രാപിക്കുക മാത്രമേ വഴിയുള്ളൂ എന്നും പൂർവികർ പറയുന്നുണ്ട്. സനാതനധർമ്മമായ ഹിന്ദുധർമ്മം വ്രതാനുഷ്ഠാനങ്ങൾക്ക് മഹനീയ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഏകാദശി, ചതുർത്ഥി, ശിവരാത്രി, നവരാത്രി, ഷഷ്ഠി തുടങ്ങിയ വ്രതങ്ങളുടെ പ്രഭാവം വഴി മനുഷ്യന്റെ ആത്മാവ് ശുദ്ധമാവുന്നു. സങ്കല്പശക്തി വർദ്ധിക്കുകയും ബുദ്ധിവികാസവും വിചാരജ്ഞാനവും എന്നിവ വർദ്ധിക്കുകയും ഭക്തി, ശ്രദ്ധ എന്നിവയുണ്ടാവുകയും ചെയ്യുന്നുവെന്ന് ആചാര്യന്മാർ പറയുന്നു. പൈതൃകമായി ഹൈന്ദവാചാര്യന്മാർ നമുക്ക് പകർന്നു നൽകിയ ആചാരാനുഷ്ഠാനങ്ങളിലെ മുഖ്യ ഘടകമായ വ്രതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏകാദശി വ്രതം തന്നെയാണ്. അതിനാൽ ശാരീരികമായും അസ്വസ്ഥതകൾ ഇല്ലാത്ത നമ്മുടെ ഈ സഹോദരങ്ങൾക്കും നമ്മളാൽ കഴിയുന്ന എല്ലാ ഏകാദശികളും ചതുർത്ഥി, ശിവരാത്രി, നവരാത്രി, ഷഷ്ഠി വ്രതങ്ങളും വിധിയാംവണ്ണം അനുഷ്ഠിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം നേടുകയും ചെയ്യും. ഏവർക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ടാവുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ കമല ഏകാദശി ആശംസകൾ നേരുന്നു. പാരണ വീടുന്ന സമയം 27-ാം തീയതി രാവിലെ 6 AM തൊട്ട് 8:59 വരെയാണ് പാരണ വീടുന്ന സമയം. എല്ലാവരും ഏകാദശി എടുക്കുമല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.